അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 59-ാം സങ്കീർത്തനം 16-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാനോ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും, അധികാലത്ത് ഞാൻ നിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ ജയിച്ച് അവൻ്റെ തലയുമായി മടങ്ങുന്ന ദാവീദ് ശൗലിൻ്റെ അടുക്കിലേക്ക് വരുന്ന രംഗം രോമാഞ്ചം കൊള്ളിക്കുന്നതായിരുന്നു. ദാവീദിനെയും ശൗലിനെയും പ്രകീർത്തിച്ച് ഇസ്രായേൽ സ്ത്രീകൾ പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഇങ്ങനെയായിരുന്നു അവർ പാടിയത്. ശൗലിനെ 1000 മാത്രമേ കൊടുത്തുള്ളൂ, ദാവീദിന് അവർ 10,000 കൊടുത്തു എന്ന് പറഞ്ഞ് ശൗൽ ദാവീദിന് പകയ്ക്കുവാൻ തുടങ്ങി. ദാവീദിന് ശൗൽ തൻ്റെ മകളായ മീഖലിനെ ഭാര്യയായി കൊടുത്തത് അവൾ ദാവീദിന് ഒരു കെണിയായിരിക്കട്ടെ എന്ന ചിന്തയിൽ ആയിരുന്നു. എന്നിട്ടും ദാവീദ് വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കണ്ട ശൗൽ അവനെ കൊല്ലുവാൻ തന്നെ തീരുമാനിച്ചു. ദാവീദിനെ കാത്തുനിന്ന് രാവിലെ കൊന്നുകളയേണ്ടതിന് ശൗൽ അവൻ്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു. ദാവീദിൻ്റെ ഭാര്യയായ മീഖൽ അവനോട്, ഈ രാത്രിയിൽ നിന്റെ ജീവനെ രക്ഷിച്ചില്ല എങ്കിൽ നാളെ നിന്നെ കൊന്നുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ മീഖൽ ദാവീദിനെ കിളിവാതിലിൽ കൂടി ഇറക്കി വിട്ടു. അവൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു. 1 ശമൂവേൽ 19-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷണീയ പ്രവൃത്തികൾ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞ ദാവീദ് പറയുകയാണ്, ഞാനോ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും, അധികാലത്ത് ഞാൻ നിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നു. ഭൂമിയിലെ ഏതൊരു ഗോപുരവും അഭയസ്ഥാനവും പൂർണ്ണതോതിൽ ഒരിക്കലും സംരക്ഷണം തരുന്നതല്ല. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കുവാൻ നിന്നിരുന്ന 2 സിഖുകാർ തന്നെയാണ് അവരെ വെടിവെച്ചു കൊന്നത്. അതുപോലെ തന്നെ ചില വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വാർത്തയാണ്, ഇറാൻ അണുബോംബ് നിർമ്മാണ വിദഗ്ധനായ ശാസ്ത്രജ്ഞനെ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ഇറാൻ്റെ മണ്ണിൽ വെച്ച് തന്നെ വെടിവെച്ച് കൊന്നു എന്നത്. ശക്തന്മാരായ വ്യക്തികളുടെ അകമ്പടിയോടെ മാത്രം നീങ്ങുന്ന വ്യക്തിയായിരുന്നു ആ ശാസ്ത്രജ്ഞൻ. എങ്കിലും ആ വ്യക്തിയെ സംരക്ഷിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ 1731 നവംബർ മാസത്തിൽ ഇംഗ്ലണ്ടിലെ ഹെർട്ട്ഫോർഡ്ഷെയറിൽ ഒരു കുഞ്ഞ് ജനിച്ചു. അവൻ്റെ 3 സഹോദരന്മാരും 2 സഹോദരിമാരും ശൈശവത്തിൽ തന്നെ മരണമടഞ്ഞു. തനിക്ക് 6 വയസ്സ് തികയുന്നതിന് 2 ദിവസം മുമ്പ് മറ്റൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ തൻ്റെ മാതാവ് ഈ ലോകം വിട്ട് യാത്രയായി. ശിശുവായ സഹോദരനെയും തൻ്റെ പിതാവിനെയും തന്നോടൊപ്പം ആക്കിയിട്ടാണ് മാതാവ് മരണമടഞ്ഞത്. ശാരീരിക ക്ലേശങ്ങളാൽ താൻ വളരെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. 1753 തിയോഡോറോ എന്ന ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലായി. അവരുടെ അപ്പൻ ഇടപെട്ട് ആ ബന്ധം അവസാനിപ്പിച്ചു. അതിനെ തുടർന്ന് ശക്തമായ ഒരു വിഷാദ രോഗിയായി താൻ മാറി. അതിൽ നിന്നും രക്ഷ നേടുവാൻ താൻ ജീവിതം അവസാനിപ്പിക്കുവാൻ തന്നെ തീരുമാനിച്ചു. 2 പ്രാവശ്യം തൂങ്ങി മരിക്കുവാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. 3-ാമത്തെ പ്രാവശ്യം ഏറെക്കുറെ ദൗത്യം വിജയിച്ചു എന്ന് ചിന്തിച്ചെങ്കിലും അതും പരാജയപ്പെട്ട് ബോധരഹിതനായി താൻ തറയിൽ വീണു. 1763 താൻ സെൻറ്റ് അൽബാൻസ് ശരണാലയത്തിൽ 2 വർഷം താമസിച്ചു. ആ സമയം ദൈവത്തിൻ്റെ വലിയ കൃപയിൽ താൻ മുങ്ങുകയും സുവിശേഷ സ്നേഹിയായി താൻ മാറുകയും ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളിൽ വിഷാദ രോഗത്തിനെതിരെ പ്രവർത്തിക്കുവാൻ താൻ തീരുമാനിച്ചു. താൻ എഴുതിയ 2 ഇംഗ്ലീഷ് സ്തോത്ര ഗാനങ്ങൾ ആണ് ഗോഡ് മൂവ്സ് ഇൻ എ മിസ്റ്റീരിയസ് വേ ആൻഡ് ദർ ഈസ് എ ഫൗണ്ടൻ ഫിൽഡ് വിത്ത് ബ്ലഡ് എന്ന ഗാനങ്ങൾ. ആ വ്യക്തിയാണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള അനേകം കവിതകളും പാട്ടുകളും എഴുതിയ വില്യം കൂപ്പർ. ഗ്രേറ്റ് സോങ്സ് ആർ ബോൺ ഔട്ട് ഓഫ് ഗ്രേറ്റ് സഫറിങ്സ്. വലിയ കഷ്ടതയിൽ നിന്നും വേദനയിൽ നിന്നുമാണ് ദൈവത്തെ സ്തുതിക്കുവാനുള്ള നല്ല ഗാനങ്ങൾ ജന്മം കൊള്ളുന്നത്. അത് മറ്റനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരുകയും അനേകരെ വേദനയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. വില്യം കൂപ്പറെ തകർക്കുവാൻ തനിക്ക് തന്നെയോ സാത്താനോ കഴിഞ്ഞില്ല. ദാവീദ് തൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ച് പ്രയാസപ്പെടുമ്പോൾ ദൈവം അവനെ ആ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കും. ശൗൽ തന്നെ തിരഞ്ഞൊരു മലയുടെ ചെരുവിൽ കൂടി പോകുമ്പോൾ ദാവീദ് അതേ മലയുടെ മറ്റേ ചെരുവിൽ
ശൗലിൻ്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുവാൻ പ്രയാസപ്പെടുമ്പോൾ ദൈവം ശൗലിനെ യുദ്ധശ്രുതി കേൾപ്പിച്ച് ഓടിക്കുന്നു. എന്നിട്ട് ശൗലിൻ്റെ വാളിൽ നിന്നും ദാവീദിനെ രക്ഷിക്കുന്നു. എത്രയോ പ്രാവശ്യം ദൈവം ദാവീദിനെ രക്ഷിച്ചു. ഒടുവിൽ അവൻ പറയുകയാണ്, കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു എന്ന്. നീ എനിക്കൊരു ഗോപുരം കഷ്ടകാലത്ത് കാണിച്ചു തന്നു എന്നല്ല, നീ തന്നെ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ആരെല്ലാം നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞാലും സംരക്ഷണം തന്നാലും ദൈവം നമ്മെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നാം നിരാശപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ആരെല്ലാം നമ്മെ മറന്നാലും നാം ദൈവത്തെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് സ്നേഹിക്കുകയും നമ്മുടെ നല്ല കാലത്തും കഷ്ടകാലത്തും അവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുമെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ സമാധാനത്തോടും ദൈവിക സന്തോഷത്തോടും കൂടെ ജീവിക്കുവാനും മരണശേഷം ദൈവത്തോടൊപ്പം നിത്യജീവനിൽ പ്രവേശിക്കുവാനും കർത്താവായ യേശു ക്രിസ്തു ഇടവരുത്തും. കഷ്ടകാലത്ത് നമ്മെ സഹായിക്കുകയും നമ്മോട് കൂടെ ഇരുന്ന് സകല ഭയങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ നല്ല കാലത്ത് നാം മറക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന എല്ലാ സന്തോഷങ്ങളിലും യേശു ക്രിസ്തുവിനെ സന്തോഷിക്കുവാൻ അവസരം നാം കൊടുക്കണം. കാരണം നമ്മെ നിത്യനരകത്തിൽ നിന്നും രക്ഷിക്കുവാൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം ഊറ്റിത്തന്ന് നമ്മുടെ പാപവും ശാപവും സ്വന്തം ശിരസിൽ വഹിച്ചുകൊണ്ട് പാപമോചനം നമുക്ക് നൽകി തന്നവനും തൻ്റെ ആത്മാവിന് ദാനമായി നമുക്ക് തന്ന് നമ്മെ ദൈവമക്കളാക്കി തീർത്തവനും നാം മരിച്ചു കഴിയുമ്പോൾ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടവനും കർത്താവായ യേശു ക്രിസ്തുവാണ്. ആകയാൽ നാം ആ യേശുവിനെ മറന്ന് ജീവിക്കുവാൻ ഇടവരരുത്. ആകയാൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് നിത്യജീവനാവകാശികളായി തീരാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ, നിരാശരായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സൗഖ്യം കൊടുത്ത് നിരാശയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.